എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ അശ്വതി. ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസർ ഗ്രേഡ് 2 എക്സാമിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു. ഇന്ന് നമുക്ക് ഡിസീസ് ഗോയിങ് ഫോർ എലിമിനേഷൻ എന്ന ടോപ്പിക്ക് നോക്കാം. നമുക്ക് ടോപ്പിക്ക് കാണുമ്പോൾ വളരെ എളുപ്പമായിട്ടുള്ളൊരു ടോപ്പിക്കാണിത്. പക്ഷേ ഇതിൽ നിന്ന് ഇൻ ഡെപ്തിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. കഴിഞ്ഞ തവണ കുറേ ഫൈലേറിയാസിസിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ മെഡിസിൻസ് ഏതൊക്കെ മെഡിസിൻസാണ് കൊടുക്കാത്തത് എന്നുള്ള ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ തവണയും എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് ഈ ഡിസീസ് ഗോയിങ് ഫോർ എലിമിനേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് ടേംസ് ഉണ്ട്. ആ ടേംസ് എന്താണെന്നൊന്ന് അറിഞ്ഞിരിക്കണം. നമുക്ക് ആദ്യത്തെ ടേം നോക്കാം, അതായത് ഡിസീസ് കൺട്രോൾ. ഡിസീസിൻ്റെ കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡെലിബറേറ്റ് ആയിട്ടുള്ള എഫേർട്സ് മൂലം ഒരു രോഗത്തിൻ്റെ ഇൻസിഡൻസ്, അതിൻ്റെ പ്രവലൻസ്, മോർബിഡിറ്റി, അതുപോലെ അതുകൊണ്ടുണ്ടാകുന്ന മരണനിരക്കൊക്കെ ഒരു ലോക്കലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ലെവലിലേക്ക് എത്തിക്കുന്നു. അതിനെയാണ് നമ്മൾ കൺട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒരു ഡിസീസിനെ നമ്മൾ നല്ല രീതിയിൽ കുറച്ചു കൊണ്ടുവരുന്നു, അതായത് കൺട്രോളിലാക്കുന്നു എന്നാണ് ആ ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ഡിസീസിൻ്റെ ഇൻസിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയതായിട്ടൊരു ഡിസീസ് റിപ്പോർട്ട് ചെയ്യുക, അതുപോലെ ആ ഡിസീസിൻ്റെ പ്രവലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാപനം, അതുപോലെ രോഗാവസ്ഥ, അതുപോലെ ആ ഡിസീസ് മൂലം ഉണ്ടാകുന്ന മരണനിരക്ക്, ഇവയെല്ലാം നല്ല രീതിയിൽ കുറച്ച് വെക്കുന്നു, ഒരു കൺട്രോളിൽ വെക്കുന്നു. അതിനെയാണ് നമ്മൾ ഡിസീസ് കൺട്രോൾ ആയി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിളാണ് ഡയേറിയൽ ഡിസീസ്. ഇനി വരുന്ന ഒരു ടേമാണ് എലിമിനേഷൻ ഓഫ് ഡിസീസ്. അതായത് ഒരു ജോഗ്രഫിക്കൽ ഏരിയയിൽ ഒരു ഡിസീസിൻ്റെ പുതിയ ഒരു കേസ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് അത് 0 ആക്കി വെക്കുന്നു. അതായത് പുതിയതായിട്ട് ഒരു കേസും റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറയുന്നതിനെയാണ് നമ്മൾ ആ ഡിസീസ് എലിമിനേറ്റ് ആയി എന്ന് പറയുന്നത്. അതായത് അവിടുത്തെ ഹെൽത്ത് അതോറിറ്റിയുടെ ഡെലിബറേറ്റ് എഫേർട്സും കണ്ടിന്യൂഡ് ഇൻ്റർവെൻഷൻസും ഒക്കെ മൂലം ആ ഡിസീസിനെ 0 ലെവലിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ ആ സ്റ്റേജിനെയാണ് നമ്മൾ ആ ഡിസീസ് എലിമിനേറ്റ് ആയി എന്ന് പറയുന്നത്. ഓക്കെ, elimination of disease, the reduction to 0 of the incidence of a specified disease in a defined geographical area as a result of deliberate efforts, continued intervention measures are required. Example, neonatal tetanus. Okay, ഇതുപോലെ തന്നെ വരുന്നൊരു ടേമാണ് എലിമിനേഷൻ ഓഫ് ഇൻഫെക്ഷൻ. അതും ഇതുപോലെ തന്നെ, അതായത് പുതുതായിട്ട് ഒരു ഇൻഫെക്ഷൻ റിപ്പോർട്ട് ചെയ്യുന്നില്ല, അതിനെ നമ്മൾ 0 ലെവലിലാക്കി വെച്ചേക്കുന്നു. ഒരു പർട്ടിക്കുലർ ജോഗ്രഫിക്കൽ ഏരിയയിൽ ഒരു ഇൻഫെക്ഷൻ്റെ പുതിയതായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന റേറ്റ് നമ്മളത് 0 ആക്കി വെച്ചേക്കുന്നു. അതായത് പുതുതായിട്ട് കേസുകളൊന്നും ഇല്ല എന്നുള്ളൊരവസ്ഥയ്ക്കാണ് നമ്മൾ ആ ഇൻഫെക്ഷനെ എലിമിനേറ്റ് ആയി എന്ന് പറയുന്നത്. Reduction to 0 of the incidence of infection caused by a specific agent in a defined geographical area as a result of deliberate efforts. Continuous measures to prevent re-establishment of transmission are required. Example, measles, poliomyelitis, etc. ഇനിയും വരുന്ന ഒരു ടേമാണ് എക്സ്റ്റിങ്ഷൻ. The specific infectious agent no longer exists in nature or in the laboratory. അതായത് ഇങ്ങനെ ഒരു അസുഖം നമ്മൾക്ക് ഭൂമിയിലെ ഇല്ല എന്ന് പറയുന്നു. അതിനെയാണ് എക്സ്റ്റിങ്ഷൻ എന്ന് പറയുന്നത്. ഇനി വരുന്ന ടേമാണ് ഇറാഡിക്കേഷൻ. അതായത് ആ ഒരു ഡിസീസിനെ പെർമനൻ്റ്ലി അത് 0 ലെവലിലേക്ക് എത്തിക്കുന്നു. പെർമനൻ്റ് റിഡക്ഷൻ to 0 of the worldwide incidence of infection caused by a specific agent as a result of deliberate efforts. Intervention measures are no longer needed. Example, smallpox. അതായത് ലോകത്തിൽ എമ്പാടും ഈ ഒരു ഡിസീസിനെ അത് 0 ലെവലിലേക്ക് എത്തിക്കുന്നു. പിന്നെ ഇനിയും ആ ഡിസീസ് തിരിച്ചു വരാനുള്ള ചാൻസ് അവിടെ ഇല്ല. അതായത് ഇനിയും ആ ഡിസീസിനെ നമ്മൾ ഇൻ്റർവെൻഷൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി അത് തിരിച്ച് ഇങ്ങനെയൊരു ഡിസീസ് ഉണ്ടാകത്തില്ല. അതായത് ആ ഡിസീസിനെ കംപ്ലീറ്റ്ലായിട്ട് നമുക്ക് നിർമ്മാർജ്ജനം ചെയ്തു. അതിനെയാണ് ഇറാഡിക്കേഷൻ എന്ന് പറയുന്നത്. ഈ എലിമിനേഷനും ഇറാഡിക്കേഷനും തമ്മിൽ വ്യത്യാസമുണ്ട്. എലിമിനേഷനിലാണെങ്കിൽ തൽക്കാലം ഇപ്പോൾ അത് 0 ലെവലിൽ വെച്ചിരിക്കുകയാണ്, നമ്മുടെ ഇൻ്റർവെൻഷൻ്റെയൊക്കെ ആവശ്യം അവിടെ ഉണ്ട്. അതാണ് എലിമിനേഷൻ എന്ന് പറയുന്നത്. എന്നാൽ ഇറാഡിക്കേറ്റ് എന്ന് ടേം പറയുമ്പോഴത്തേക്ക് അത് ഗ്ലോബലിയാണ്. ഗ്ലോബലി ആ ഡിസീസ് അത് 0 ലെവലിലേക്ക് എത്തിച്ചിരിക്കുന്നു. എന്നാൽ ഇനി അതിന് ഇൻ്റർവെൻഷൻ്റെ ഒന്നും ആവശ്യം അവിടെ ഇല്ല. ആ ഡിസീസ് കംപ്ലീറ്റ്ലി നമ്മൾ നിർമ്മാർജ്ജനം ചെയ്തു. അതാണ് ഇറാഡിക്കേഷൻ. അപ്പം
ഏതൊക്കെ ഡിസീസാണ് ഗ്ലോബലി ഇറാഡിക്കേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൻലി 2 ഡിസീസാണ് നമ്മൾ പറയുന്നത്. അത് ഒന്ന് സ്മോൾ പോക്സ്, 2 റിൻഡർ പെസ്റ്റുമാണ്. സ്മോൾ പോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഒരു കണ്ടീജിയസ് ആയിട്ടുള്ള ഡിസീസാണ്. വേരിയോള വൈറസ് ഉണ്ടാക്കുന്ന ഒരു കണ്ടീജിയസ് ഡിസീസാണ്. ഇതിൻ്റെ ഫാമിലി, ആ വൈറസിൻ്റെ ഫാമിലി എന്ന് പറയുന്നത് ഓർത്തോപോക്സ് വൈറസ് ഫാമിലിയാണ്. ഇത് പേഷ്യൻറ്റിന് നമുക്ക് സ്പ്രെഡ് ആകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പേഷ്യൻറ്റിൽ നിന്ന് മറ്റൊരു പേഷ്യൻറ്റിലേക്ക് ഡിറക്റ്റ് കോണ്ടാക്റ്റ് വഴിയാണ് ഈ അസുഖം സ്പ്രെഡ് ആകുന്നത്. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു പേഷ്യൻറ്റ് ഉപയോഗിച്ച വസ്തു അടുത്ത ഒരാൾ ഉപയോഗിക്കുമ്പോൾ അയാൾക്കും വരുന്നു. ഓക്കെ, അങ്ങനെയാണ് ഈ സ്മോൾ പോക്സ് സ്പ്രെഡ് ആകുന്നത്. ഈ സ്മോൾ പോക്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മോൾ പോക്സിനെതിരായിട്ടാണ് നമ്മൾ ആദ്യമായിട്ടുള്ള വാക്സിൻ കണ്ടുപിടിച്ചത്. ആ വാക്സിൻ ക്രിയേറ്റ് ചെയ്തത് എഡ്വേർഡ് ജെന്നർ ആണ്. അത് 1796 ഇറ്റ് വാസ് എ ഫസ്റ്റ് സക്സസ്ഫുൾ വാക്സിൻ ടു ബി ഡെവലപ്ഡ്. ആൻഡ് ഈ സ്മോൾ പോക്സ് ആണ് ഫസ്റ്റ്ലി ഗ്ലോബലി ഇറാഡിയേറ്റ് ചെയ്ത ഫസ്റ്റ് ഡിസീസ് എന്ന് പറയുന്നത് സ്മോൾ പോക്സ് ആണ്. അത് 1980. ഓക്കെ, പിന്നെ വരുന്ന ഒരു ഇറാഡിക്കേറ്റ് ചെയ്ത ഒരു ഡിസീസാണ് റിൻഡർ പെസ്റ്റ്. റിൻഡർ പെസ്റ്റിനെ നമ്മൾ കാറ്റിൽ പ്ലേഗ് എന്നും പറയുന്നു. ഇത് മെയിൻലി അഫക്റ്റ് ചെയ്യുന്നത് കാറ്റിലാണ്. ഓക്കെ, കന്നുകാലികളിലാണ് ഇത് മെയിൻലി അഫക്റ്റ് ചെയ്യുന്നത്. ഇതും ഒരു വൈറൽ ഡിസീസാണ്. ഓക്കെ, ഇത് 2011 ഇതിനെയും ഈ റിൻഡർ പെസ്റ്റിനെയും നമ്മൾ ഇറാഡിക്കേറ്റ് ചെയ്തെന്ന് ഒഫീഷ്യലി റിപ്പോർട്ട്സ് പറയുന്നുണ്ട്. ഈ റിൻഡർ പെസ്റ്റ് ഉണ്ടാകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈറസ് ആണെന്നുള്ളതും ഓർക്കുക. പാരാമെക്സോവൈറിഡേ ഫാമിലിയിൽ വരുന്ന മോർബിലി വൈറസ് ആണ് ഈ റിൻഡർ പെസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പം ഈ 2 ഡിസീസ്, സ്മോൾ പോക്സും അതുപോലെ റിൻഡർ പെസ്റ്റുമാണ് നമ്മൾ ഗ്ലോബലി ഇറാഡിക്കേറ്റ് ചെയ്തിട്ടുള്ള 2 ഡിസീസ്. ഇനിയും ഇറാഡിക്കേഷൻ പ്രോഗ്രാംസ് നമുക്ക് നോക്കാം. നമ്മുടെ രാജ്യത്ത് മെയിൻലി 3 ഇറാഡിക്കേഷൻ പ്രോഗ്രാംസ് ആണ് ഉള്ളത്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് നാഷണൽ വെക്ടർ ബോൺ ഡിസീസ് കൺട്രോൾ പ്രോഗ്രാം. അതിൻ്റെ കീഴിലായിട്ട് കുറച്ച് ഡിസീസിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ നാഷണൽ ലെപ്രസി ഇറാഡിക്കേഷൻ പ്രോഗ്രാം, അതുപോലെ നാഷണൽ TB എലിമിനേഷൻ പ്രോഗ്രാം. ഇതിനകത്തിലെ നാഷണൽ വെക്ടർ ബോൺ ഡിസീസ് കൺട്രോൾ പ്രോഗ്രാം എന്താണെന്ന് നോക്കാം. ആ പേര് ഒന്ന് ഓർത്തു വെക്കുക. NVBDCP എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നാഷണൽ വെക്ടർ ബോൺ ഡിസീസ് കൺട്രോൾ പ്രോഗ്രാം ആണെന്നുള്ളത് ഓർക്കുക. ഈ വെക്ടർ ബോൺ ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില അസുഖങ്ങൾ അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് വെക്ടേഴ്സ് ആയിരിക്കും. വെക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസീസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന വാഹകർ. ഓക്കെ, അപ്പം ഈ സാധാരണഗതിയിൽ ഈ വെക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊസ്കിറ്റോസ് ആകാം, അല്ലെങ്കിൽ ടിക്സ്, സാൻഡ് ഫ്ലൈസ്, ബ്ലാക്ക് ഫ്ലൈസ്, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ഇൻസെക്ട്സുകളായിരിക്കും ഒരു അസുഖം മറ്റുള്ള ഒരാളിലേക്ക് സ്പ്രെഡ് ചെയ്യിക്കുന്നത്. അപ്പം ഈ വെക്ടേഴ്സ് മൂലം സ്പ്രെഡ് ചെയ്യുന്ന അസുഖങ്ങൾക്കാണ് നമ്മൾ വെക്ടർ ബോൺ ഡിസീസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു ഈ മൊസ്കിറ്റോസും സാൻഡ് ഫ്ലൈസും ഒക്കെയാണ് ഈ വെക്ടർ എന്ന് പറഞ്ഞു. അപ്പം ഈ വെക്ടർ സാധാരണഗതിയിൽ അതിൻ്റെ ടെമ്പറേച്ചറിനെയും ഹ്യൂമിഡിറ്റിനെയും റെയിൻഫോളിനെയൊക്കെ അഫക്റ്റ് ചെയ്ത് ഇരിക്കും അതിൻ്റെ വളർച്ച. അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ മഴക്കാലത്ത് കൂടുതലായിട്ടും കൊതുകുകൾ, ഈച്ചകളൊക്കെ നമുക്ക് കാണാം. അപ്പം ആ സമയത്ത്, ഈ മഴക്കാല സമയത്ത് നമുക്ക് കൂടുതലായിട്ടും വെക്ടർ ബോൺ ഡിസീസുകൾ സ്പ്രെഡ് ചെയ്യുന്ന സമയമാണ്. ഓക്കെ, അപ്പം വെക്ടർ ബോൺ ഡിസീസ് ആർ ഇൻഫെക്ഷൻസ് transmitted by the bite of infected arthropod species such as mosquitoes, ticks, triatom bugs, sand flies and black flies. Arthropod vectors are cold-blooded and thus especially sensitive to climatic factors. Vector is affected by temperature, humidity, rainfall, etc. and therefore it is not possible to eradicate the vector-borne disease completely from the world. Eradication of the disease is the permanent reduction to 0 of the worldwide incidence of infection caused by specific agent as a result of deliberate efforts and when intervention measures are no longer needed. അപ്പം നമ്മൾ പറഞ്ഞു ഈ വെക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ടെമ്പറേച്ചറിനെയൊക്കെ ആശ്രയിച്ചിരിക്കും അതിൻ്റെ ഗ്രോത്ത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ വെക്ടറുകൾ സ്പ്രെഡ് ചെയ്യിക്കുന്ന ഡിസീസിനെ നമുക്കൊരിക്കലും ഇറാഡിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അതിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ. കംപ്ലീറ്റ് ഇറാഡിക്കേഷൻ അതൊരിക്കലും പോസിബിൾ ആയിരിക്കത്തില്ല. Okay, but however, vector-borne disease are caused by the vector and vector is climate sensitive and ecologically driven. The malarial control program and other vector-borne disease control programs, namely Kala Azar,
dengue, lymphatic filariasis, Japanese encephalitis, and chikungunya were integrated under the umbrella program for prevention and control of vector-borne disease. The programs was named as National Vector-Borne Disease Control Program and launched in December 2003. അതായത് നമ്മൾ ഈ വെക്ടറുകൾ ഉണ്ടാക്കുന്ന അസുഖങ്ങളെ ഇതിനെ എല്ലാത്തിനെയും കൂടെ കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു പ്രോഗ്രാമിൻ്റെ കുടക്കീഴിലായിട്ട് കൊണ്ടുവന്നു. ആ പ്രോഗ്രാമിൻ്റെ പേരാണ് നാഷണൽ വെക്ടർ ബോൺ ഡിസീസ് കൺട്രോൾ പ്രോഗ്രാം. അത് ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഡിസംബർ 2003 ഓക്കെ. അപ്പം ഇതിൻ്റെ അകത്തിൽ ഈ നാഷണൽ വെക്ടർ ബോൺ ഡിസീസ് കൺട്രോൾ പ്രോഗ്രാമിൽ ഒരു 6 ഡിസീസിനെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അതിൽ തന്നെ ഏറ്റവും മെയിൻ ആയിട്ടുള്ളത് പറയുന്നത് മലേറിയയും ലിംഫാറ്റിക് ഫൈലേറിയാസിസും അതുപോലെ കാല അസാറുമാണ്. അതാണ് ഏറ്റവും റീസെൻ്റ്ലി ആയിട്ട് എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറയുന്നത്. Malaria, dengue and Japanese encephalitis are outbreak prone and climate sensitive. These diseases are targeted for elimination and not for eradication. അപ്പം നമുക്ക് ഇപ്പോൾ പറഞ്ഞു ഈ വെക്ടർ ബോൺ ഡിസീസ് കൺട്രോൾ പ്രോഗ്രാമിൻ്റെ കീഴിലായിട്ട് മെയിൻലി നമ്മൾ എലിമിനേറ്റ് ചെയ്യേണ്ട 3 ഡിസീസാണ് മലേറിയയും ലിംഫാറ്റിക് ഫൈലേറിയാസിസും കാലാസാറും. അപ്പം നമുക്ക് മലേറിയയുടെ എലിമിനേഷൻ പ്രോഗ്രാം ഒന്ന് നോക്കാം. അപ്പം മലേറിയ എന്ന് നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ളതാണ് മലേറിയ എന്നുള്ളത്. മലേറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശുദ്ധജലത്തിൽ വളരുന്ന ഫീമെയിൽ അനോഫിലിസ് മൊസ്കിറ്റോസ് പരത്തുന്ന ഒരു ഡിസീസാണ്. ഇതിൻ്റെ കോസിറ്റീവ് ഫാക്ടർ എന്ന് പറയുന്നത് പ്ലാസ്മോഡിയം ആണ്. പ്ലാസ്മോഡിയം എന്ന പാരസൈറ്റ് കൊണ്ടാണ് ഈ ഡിസീസ് ഉണ്ടാകുന്നത്. Okay, malaria is a life-threatening disease spread to human by female Anopheles mosquito. It is mostly found in tropical countries. It is preventable and curable. അത് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനും ക്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസീസാണ്. ഈ ഡിസീസ് നമുക്ക് പാരസൈറ്റ് ആണ് ഉണ്ടാക്കുന്നത്. അതാണ് പ്ലാസ്മോഡിയം പാരസൈറ്റ് ആണ് ഈ മലേറിയ ഉണ്ടാക്കുന്നത്. ഇതിന് 4 സ്പീഷീസ് പറയുന്നുണ്ട്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാസ്മോഡിയം ഫാൽസിപാരം, പ്ലാസ്മോഡിയം വൈവാക്സ്, പ്ലാസ്മോഡിയം മലേറിയ, പ്ലാസ്മോഡിയം ഓവേൽ. ഇതിൽ തന്നെയും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മലേറിയ ഉണ്ടാക്കുന്നത് അത് പ്ലാസ്മോഡിയം ഫാൽസിപാറും അതുപോലെ പ്ലാസ്മോഡിയം വൈവാക്സുമാണ്. ഇനിയും ഇപ്പം ഈ ഡിസീസിൻ്റെ പാരസൈറ്റിൻ്റെ കാര്യമാണ് നമ്മൾ ഈ പറഞ്ഞത്. ഇനി ഈ ഡിസീസ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ചെയ്യിക്കുന്ന ആ വെക്ടർ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫീമെയിൽ അനോഫിലിൻസ് മൊസ്കിറ്റോസ് ആണ്. ഓക്കെ, ഏകദേശം 58 സ്പീഷീസ് അനോഫിലിൻസ് മൊസ്കിറ്റോസ് പറയുന്നുണ്ട്. അതിൽ നമ്മൾ ഇന്ത്യയിൽ ഏകദേശം ഒരു 9 സ്പീഷീസാണ് കാണുന്നത്. അപ്പം ആ സ്പീഷീസിൻ്റെ പേരുകളാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. എങ്കിലും ഒരു കാര്യം ഓർത്ത് വെക്കുക, അനോഫിലിൻസ് സ്റ്റീഫൻസി എന്ന് പറയുന്ന മൊസ്കിറ്റോ ആണ് നമ്മൾ അർബൻ ഏരിയകളിലൊക്കെ മലേറിയ സ്പ്രെഡ് ചെയ്യിക്കുന്നത്. ഓക്കെ, ഇനിയും ഈ മലേറിയയുടെ എലിമിനേഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2030 നമ്മുടെ രാജ്യത്തുനിന്ന് ഈ മലേറിയനെ എലിമിനേറ്റ് ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ മലേറിയ എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ആകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രോഗബാധിതനായിട്ട് ഇപ്പോൾ ഒരു മലേറിയൽ ബാധിതനായിട്ടുള്ള ഒരു ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ അത് ഒരു നോർമലി ഉള്ള ഒരാളെ കടിക്കുന്നു. അപ്പോഴെന്താണ് അയാളുടെ ബ്ലഡിലേക്ക് ഈ പ്ലാസ്മോഡിയം പാരസൈറ്റ് ആ പേഴ്സണിൻ്റെ ബോഡിയിലേക്ക് വരുന്നു. എന്നിട്ട് അത് അദ്ദേഹത്തിൻ്റെ RBC സെൽസിനെ ഇൻഫെക്റ്റ് ചെയ്യുന്നു. ഓക്കെ, പിന്നീട് അപ്പം അതിനെ ഇൻഫെക്റ്റ് ചെയ്യുന്നതിലേക്ക് ആ പേഴ്സൺ അതൊരു പേഷ്യൻ്റായി. ഓക്കെ, പിന്നീട് ഈ പേഷ്യൻറ്റിനെ വേറെ ഒരു കൊതുക് കടിക്കുമ്പോഴത്തേക്ക് അയാളുടെ ബോഡിയിലുള്ള ആ ഇൻഫെക്ഷൻ കൊതുകിന് കിട്ടുന്നു. എന്നിട്ട് ഈ കൊതുക് വേറെ ഹെൽത്തി ഇൻഡിവിജ്വലിനെ കടിക്കുമ്പോഴത്തേക്ക് അയാൾക്കും ഈ ഇൻഫെക്ഷനായിട്ട് അത് കിട്ടുന്നു. അങ്ങനെ ഇതൊരു വിസിയസ് സർക്കിളായിട്ടാണ് നമ്മൾ മലേറിയ സ്പ്രെഡ് ചെയ്യുന്നത്. ഓക്കെ, മലേറിയ മൊസ്കിറ്റോസ് spread to people through bites of some infected female Anopheles mosquito. The mosquito become infected after biting an infected person. The malarial parasite then enters the bloodstream of the next person the mosquito bites. The parasite travel to the liver, mature and then infect RBC cells. Blood transfusion and contaminated needles may also transmit malaria. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനിലൂടെ അതുപോലെ തന്നെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള നീഡിൽസ് വീണ്ടും നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മലേറിയ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനിയും മലേറിയയുടെ സിംറ്റംസ് എന്തൊക്കെയാണ് അതുകൊണ്ട് സാധാരണ ഇതിൽ വരുന്നതെന്നുള്ളത്.
സിംറ്റംസ് ഒന്നും അങ്ങനെ ചോദിക്കാൻ ചാൻസ് ഇല്ല, പക്ഷേ ഞാൻ സ്റ്റിൽ പറയുകയാണ്. ഇതിൻ്റെ മെയിൻ സിംറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു 3 സ്റ്റേജ് സിംറ്റംസ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. ആദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പേഷ്യൻറ്റിന് നല്ല വിറയലോട് കൂടിയിട്ടുള്ള നല്ല തണുപ്പായിരിക്കും പേഷ്യൻറ്റിന് ഫീൽ ചെയ്യുക. അതിനുശേഷം പിന്നീട് നല്ല കഠിനമായിട്ടുള്ള പനി കാണും. അതിനുശേഷം ലാസ്റ്റിലായിട്ട് പേഷ്യൻറ്റ് നല്ലതായിട്ട് വിയർക്കും. അപ്പം ഈ സിംറ്റംസ് ഒക്കെ ചിലപ്പം ഒരു ദിവസം തന്നെ ഇമ്മ്യൂൺ സിംറ്റം കാണിക്കുക, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ഡേയ്സിലായിരിക്കും ഈ സിംറ്റംസ് ഒക്കെ കാണിക്കുന്നത്. ഇതിൻ്റെ ആ മെയിൻ സിംറ്റം എന്ന് പറയുന്നത് ആ വിറയലോട് കൂടിയിട്ടുള്ള പനിയാണ്. ഓക്കെ, പിന്നെ ഇതിനോടൊപ്പം തന്നെ പേഷ്യൻറ്റിന് ചിലപ്പം തലവേദനകൾ കാണാം, അതുപോലെ കൺഫ്യൂഷൻ, സീഷേഴ്സ് ഇതൊക്കെ കാണാം. പിന്നെ 5 ഇൻഫൻറ്റ്, അതുപോലെ ചിൽഡ്രൻ അണ്ടർ 5 ഇയർ, പ്രഗ്നൻറ്റ് വിമണ്, ഗേൾസ്, ട്രാവലേഴ്സ്, HIV ഉള്ള ആൾക്കാരിലൊക്കെ ഈ ഇതിൻ്റെ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് കൂടുതൽ റിസ്ക് അവരിൽ കാണിക്കുന്നതാണ്. ഇതാണ് ഇതിൻ്റെ സിംറ്റംസ്. ഓക്കെ, പിന്നെ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്. അപ്പം നമ്മൾ പറഞ്ഞു ഇത് ഫീമെയിൽ അനോഫിലിസ് മൊസ്കിറ്റോ ആണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊരു സീസണലാണ്. ചില സീസൺ മഴക്കാലത്തായിരിക്കും ഇത് കൂടുതലായിട്ട് നമുക്ക് കാണുന്നത്. മലേറിയ ഈസ് എ സീസണൽ ഡിസീസ് ആൻഡ് ഇന്ത്യസ് ജോഗ്രഫിക് പൊസിഷൻ ആൻഡ് ക്ലൈമാറ്റിക് കണ്ടീഷൻ ഹാവ് ബീൻ ഫോർ ലോങ് ഫേവറബിൾ ടു ഇറ്റ്സ് ട്രാൻസ്മിഷൻ. In most parts of India, maximum incidence of case is from July to November. Optimum temperature of 20 to 30 degrees Celsius and relative humidity of 60% is required for the development of malarial parasite. Rain in general provides opportunity for the breeding of mosquitoes. The relationship between rainfall and mosquito breeding is of fundamental importance. അതായത് മഴക്കാലത്തായിരിക്കും ഈ അസുഖം കൂടുതലായിട്ട് കാണുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ പറഞ്ഞ് 20 to 30 ഡിഗ്രി സെൽഷ്യസിലും, അതുപോലെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഒരു 60% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഉള്ള സമയത്തായിരിക്കും മലേറിയൽ പാരസൈറ്റ് അവിടെ ഡെവലപ്മെൻറ്റ് നടക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഇനിയും മലേറിയ നമ്മൾ പറഞ്ഞു എലിമിനേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് 2030 നമ്മുടെ രാജ്യത്തുനിന്ന് മലേറിയനെ എലിമിനേറ്റ് ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഇനിയും നമ്മുടെ രാജ്യത്ത് കുറേ മലേറിയൽ കൺട്രോൾ പ്രോഗ്രാംസ് കുറേ വന്നിട്ടുണ്ട്. അതിൻ്റെ ജസ്റ്റ് പേരുകളാണ് ഞാൻ ഈ കൊടുത്തിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. നമ്മൾ ഇൻഡിപെൻഡൻസ്, ഹിസ്റ്ററി ഓഫ് മലേറിയൽ കൺട്രോൾ പ്രോഗ്രാം, നമ്മുടെ ഇൻഡിപെൻഡൻസ് 1947 നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുന്ന സമയത്ത് അതിന് മുൻപ് തന്നെ ഒത്തിരിയും ആൾക്കാർ മലേറിയ വന്ന് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ കൊണ്ട് മരിക്കുന്നുണ്ടായിരുന്നു. അപ്പം സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം 1953 ആയപ്പോഴത്തേക്ക് നമ്മൾ നാഷണൽ മലേറിയൽ കൺട്രോൾ പ്രോഗ്രാം എന്നൊരു പ്രോഗ്രാം അവിടെ ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, 1953. അപ്പം ആ പ്രോഗ്രാം വളരെ സക്സസ്ഫുൾ ആയിരുന്നു. അപ്പം അതിൻ്റെ സക്സസ് റേറ്റ് നല്ല രീതിയിൽ പേഷ്യൻറ്റിന് നല്ല ഉപയോഗം ഉണ്ടായിരുന്നു. പേഷ്യൻറ്റിൻ്റെ ഈ പുതിയതായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന കേസുകളൊക്കെ കുറഞ്ഞു വരുന്നു. അങ്ങനെ 1958 ആയപ്പോഴത്തേക്ക് ഈ നാഷണൽ മലേറിയൽ കൺട്രോൾ പ്രോഗ്രാമിൻ്റെ പേര് അത് നാഷണൽ മലേറിയ ഇറാഡിക്കേഷൻ പ്രോഗ്രാമായിട്ട് മാറ്റി. പിന്നെ 61 ആയപ്പോഴത്തേക്ക് കുറച്ചും കൂടി മലേറിയയുടെ റേറ്റ് കുറഞ്ഞു. പക്ഷേ ഒരു 1976 ആയപ്പോഴത്തേക്ക് വീണ്ടും മലേറിയ നല്ല രീതിയിൽ കൂടി വന്നു. ഓക്കെ, ആ സമയത്ത് പുതിയതായിട്ട് ഒരു പ്ലാൻ ഓഫ് ഓപ്പറേഷൻസ് ലോഞ്ച് ചെയ്തു. അതാണ് മോഡിഫൈഡ് പ്ലാൻ ഓഫ് ഓപ്പറേഷൻ 1977 ലോഞ്ച് ചെയ്തു. അതിന് 3 സ്ട്രാറ്റജി ഉണ്ടായിരുന്നു. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയർലി ഡയഗ്നോസിസ് ആൻഡ് പ്രോംപ്റ്റ് ട്രീറ്റ്മെൻറ്റ്, പിന്നെ വെക്ടർ കൺട്രോൾ ആൻഡ് IEC ഓർ BCC വിത്ത് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ. ഓക്കെ, അതായത് ആൾക്കാരിൽ ഇതിനെക്കുറിച്ച് ഈ അസുഖത്തിനെക്കുറിച്ച് കൂടുതലായിട്ട് ഇൻഫോർമേഷൻ കൊടുക്കുക, എഡ്യൂക്കേഷൻ, അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ ഇങ്ങനൊരു പ്ലാൻ അവിടെ കൊണ്ടുവന്നു. ദ മോഡിഫൈഡ് പ്ലാൻ ഓഫ് ഓപ്പറേഷൻ വാസ് ലോഞ്ച്ഡ് ഇൻ 1977 വിത്ത് എ 3-pronged strategy: early diagnosis and prompt treatment, വെക്ടർ കൺട്രോൾ ആൻഡ് IEC ഓർ BCC വിത്ത് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ. അപ്പം IEC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫോർമേഷൻ, എഡ്യൂക്കേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷനാണ്. IEC ഈസ് ദ പ്രോസസ് ഓഫ് ഷെയറിംഗ് ആക്യുറേറ്റ് ഹെൽത്ത് ഇൻഫോർമേഷൻ ടു റേസ് അവയർനെസ്, വൈൽ BCC ഈസ് ദ പ്രോസസ് ഓഫ് ഇൻഫ്ലുവൻസിങ് പീപ്പിൾ ടു ചേഞ്ച് ദെയർ ഹെൽത്ത് ബിഹേവിയേഴ്സ്. അപ്പം അതിനുശേഷം പിന്നീട് വന്ന ഒരു പ്രോജക്റ്റാണ് എൻഹാൻസ്ഡ് മലേറിയൽ കൺട്രോൾ പ്രോജക്റ്റ്. ഇത് ലോഞ്ച് ചെയ്തു. ഓക്കെ, അത് വേൾഡ് ബാങ്കിൻ്റെ സഹായത്തോടു കൂടിയിട്ട് അങ്ങനെ ഒരു പ്രോഗ്രാം, എൻഹാൻസ്ഡ് മലേറിയൽ കൺട്രോൾ പ്രോഗ്രാം ലോഞ്ച് ചെയ്തു. അതിനുശേഷം നമ്മൾ ഇൻറ്റൻസിഫൈഡ് മലേറിയൽ കൺട്രോൾ പ്രോജക്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ,
അപ്പം ഇത്രയും പ്രോഗ്രാംസ് ആണ് നമ്മുടെ രാജ്യത്ത് വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 1999 ഈ നാഷണൽ മലേറിയ ഇറാഡിക്കേഷൻ പ്രോഗ്രാമിനെ അത് നാഷണൽ ആൻറ്റി മലേറിയ പ്രോഗ്രാമായിട്ട് പേര് മാറ്റിയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഞാൻ ഈ പേരുകൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ആദ്യം വന്നത് നാഷണൽ മലേറിയ കൺട്രോൾ പ്രോഗ്രാം, പിന്നീട് അത് നാഷണൽ മലേറിയ ഇറാഡിക്കേഷൻ പ്രോഗ്രാമായി. ഈ 1999 അതിൻ്റെ പേര് മാറ്റി അത് നാഷണൽ ആൻറ്റി മലേറിയൽ പ്രോഗ്രാം എന്ന് വന്നു. പിന്നെ 1961 നമുക്ക് മോഡിഫൈഡ് പ്ലാൻ ഓഫ് ഓപ്പറേഷൻസ് നിലവിൽ വന്നു. 1977 എൻഹാൻസ്ഡ് മലേറിയൽ കൺട്രോൾ പ്രോജക്റ്റും അതുപോലെ തന്നെ അതിനുശേഷം ഇൻറ്റൻസിഫൈഡ് മലേറിയൽ കൺട്രോൾ പ്രോജക്റ്റും നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇത്രയാണ് നമ്മുടെ രാജ്യത്ത് വന്ന മെയിൻ മലേറിയനെ ഇറാഡിക്കേറ്റ് ചെയ്യാനായിട്ട് വന്നിട്ടുള്ള പ്രോഗ്രാംസ്. ഓക്കെ, ഇനിയും ഗ്ലോബലി കൊണ്ടുവന്നിരിക്കുന്ന ഇനിഷ്യേറ്റീവ്സ് ആണ്. നമ്മൾ ഓരോ രാജ്യത്തും ഇപ്പോൾ ഓരോ ഡിസീസിന് എലിമിനേറ്റ് ആകണം എന്നുണ്ടെങ്കിൽ ഓരോ പ്രോട്ടോക്കോൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ മലേറിയ എലിമിനേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും അവരൊരു WHO ഒരു പ്രോട്ടോക്കോൾ പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ ഒരു രാജ്യത്ത് ഈ മലേറിയ ഇല്ല, എലിമിനേറ്റ് ആയി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ രാജ്യത്ത് പുതിയതായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന കേസുകൾ 0 ആയിരിക്കണം. ഓക്കെ, എന്നിട്ട് ആ റേറ്റ് ഇപ്പം 0 റിപ്പോർട്ടിംഗ് കേസ് ഒരു 3 കൊല്ലം ആ റേറ്റ് തന്നെ തുടരണം. അങ്ങനെ ആയെങ്കിൽ മാത്രമേ ആ ഡിസീസ്, ഇപ്പം നമ്മൾ പറയുന്ന മലേറിയ ആ രാജ്യത്തു നിന്ന് എലിമിനേറ്റ് ആയി എന്ന് പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ ഓരോ ഡിസീസിനും വേറെ വേറെ റേറ്റുകളാണ് പറയുന്നത്. ഇപ്പം നാഷണൽ സർട്ടിഫിക്കേഷൻ ഓഫ് മലേറിയ എലിമിനേഷൻ, WHO certification of malaria elimination in a country requires proof that local transmission of all human parasites has been interrupted, resulting in 0 incidents of indigenous cases for at least the past 3 consecutive years. ഒരു 3 കൊല്ലത്തേക്ക് പുതുതായിട്ട് കേസുകൾ ഒന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് വരുവാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു നാഷണൽ സർട്ടിഫിക്കേഷൻ, മലേറിയ എലിമിനേറ്റ് ചെയ്തെന്നുള്ള WHO ഒരു നാഷണൽ സർട്ടിഫിക്കേഷൻ നമുക്ക് കിട്ടുകയുള്ളൂ. പിന്നെ ഒരു WHO വേറൊരു ഇനിഷ്യേറ്റീവാണ് ഈ 2025 ഇനിഷ്യേറ്റീവ്. അത് തുടങ്ങിയത് 2021 അതായത് 25 രാജ്യങ്ങളിൽ ഈ മലേറിയയുടെ ട്രാൻസ്മിഷനെ അവോയ്ഡ് ചെയ്യാനായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഇനിഷ്യേറ്റീവാണ് ഈ 2025 എന്നുള്ളത്. ഓക്കെ, the WHO launched the E2025 initiative in 2021. The initiative aims to stop the transmission of malaria in 25 countries by 2025. Okay. WHO has identified 20 countries that have potential to eradicate malaria by 2025. ഇനിയും ഇന്ത്യയിൽ വന്നേക്കുന്നുള്ള കുറേ ഇനിഷ്യേറ്റീവ്സ്, മറ്റേത് ഞാൻ പറഞ്ഞത് പ്രോഗ്രാംസ് ആണ്. പിന്നെ ഇന്ത്യയിൽ വേറെയും കുറച്ച് ഇനിഷ്യേറ്റീവ്സോടെ എടുത്തിട്ടുണ്ടായിരുന്നു മലേറിയയിലെ എലിമിനേറ്റ് ചെയ്യാനായിട്ട്. അതിൽ ജസ്റ്റ് പേരുകൾ മാത്രം ഒന്ന് അറിഞ്ഞു വെച്ചിരുന്നാൽ മതി, ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ട് എന്നുള്ളത്. ഇപ്പോൾ ചില പ്രോഗ്രാംസ് നമുക്ക് പേര് വരുമ്പോൾ ഇതെന്തോൻ്റെ എന്തിനെ റിലേറ്റ് ചെയ്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തതേ ഉള്ളൂ. നാഷണൽ ഫ്രെയിംവർക്ക് ഫോർ മലേറിയ എലിമിനേഷൻ 2016-2030, അതുപോലെ നാഷണൽ വെക്ടർ ബോൺ ഡിസീസ് കൺട്രോൾ പ്രോഗ്രാം, നാഷണൽ മലേറിയ കൺട്രോൾ പ്രോഗ്രാം നമ്മളിപ്പോൾ പറഞ്ഞു, അതുപോലെ ഹൈ ബേർഡൻ ടു ഹൈ ഇമ്പാക്റ്റ് ഇനിഷ്യേറ്റീവ്. ഇപ്പം വേണമെങ്കിൽ ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവിൻ്റെ പേര് തന്നിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എന്തിൻ്റെ ആണെന്ന് ചോദിച്ചാൽ നമുക്കിത് കിട്ടത്തില്ല. ഹൈ ബേർഡൻ ടു ഹൈ ഇമ്പാക്റ്റ് ഇനിഷ്യേറ്റീവ് അത് എന്തിൻ്റെ എലിമിനേഷനായിട്ട് റിലേറ്റ് ചെയ്ത് വന്നതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മലേറിയ ആണെന്നുള്ളത് ഒന്ന് അറിഞ്ഞു വെക്കുക, അത്രയേ ഉള്ളൂ. High burden to high impact initiative initiated in 4 states in 2019 focusing on malaria reduction through insecticidal net distribution. അതായത് അണുനശിയിൽ മുക്കിയിട്ടുള്ള കൊതുക് വലകൾ ഉപയോഗിച്ചിട്ട് മലേറിയനെ കുറയ്ക്കാനായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഹൈ ബർഡൻ ടു ഹൈ ഇമ്പാക്ട് ഇനിഷ്യേറ്റീവ്. പിന്നെ അതുപോലെ മലേറിയ എലിമിനേഷൻ റിസർച്ച് അലയൻസ് ഇന്ത്യ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് കൊളാബറേറ്റ്സ് വിത്ത് പാർട്ട്നേഴ്സ് ഓൺ മലേറിയൽ കൺട്രോൾ റിസർച്ച്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്നിരിക്കുന്ന മലേറിയനെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് കൊണ്ടുവന്ന കുറേ ഇനിഷ്യേറ്റീവ്സ് ആണ്. ജസ്റ്റ് പേരുകൾ മാത്രം ഒന്ന് അറിഞ്ഞു വെക്കുക. പിന്നെ നമ്മൾ ഈ മലേറിയ എലിമിനേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇത് ഏതൊക്കെ സിസ്റ്റം വഴിയാണ് നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നുള്ളത്. ഇത് മെയിൻലി ആദ്യമേ നമ്മൾ പറയുന്നത് വെച്ചാൽ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ. ഇപ്പോൾ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിൻ്റെ കീഴിലായിട്ട് 2 ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണുള്ളത്. ഒന്ന് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറും അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്ത് റിസർച്ചും. ഇപ്പം ഓരോന്നിനെ ഹെഡ് ചെയ്യുന്നത് ഒരു സെക്രട്ടറി ടു ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ് ഇതിനെ ഹെഡ് ചെയ്യുന്നത്.
പിന്നെ വരുന്നത് നാഷണൽ ഹെൽത്ത് മിഷൻ. നാഷണൽ ഹെൽത്ത് മിഷനും 2 സെക്ഷൻസ് ഉണ്ട്. ഒന്ന് നാഷണൽ റൂറൽ ഹെൽത്ത് മിഷനും അതുപോലെ നാഷണൽ അർബൻ ഹെൽത്ത് മിഷനും. പിന്നെ വരുന്നതാണ് നാഷണൽ സെൻറ്റർ ഫോർ വെക്ടർ ബോൺ ഡിസീസ് കൺട്രോൾ. അപ്പോൾ ഇതിന് കീഴെ ഏകദേശം 6 വെക്ടർ ബോൺ ഡിസീസിൻ്റെ പ്രിവെൻഷനും കൺട്രോളുമാണ് ഉദ്ദേശിക്കുന്നത്. അതായത് മലേറിയ, ഡെങ്കു, ചിക്കൻ കുനിയ, ജാപ്പനീസ് എൻസെഫലൈറ്റിസ്, കലാസ, ലിംപാറ്റിക് ഫൈലിയറിയസിസ്, അങ്ങനെ 6 എണ്ണത്തിൻ്റെ എലിമിനേഷനാണ് ഉദ്ദേശിക്കുന്നത് നാഷണൽ സെൻറ്റർ ഫോർ വെക്ടർ ബോൺ ഡിസീസ് കൺട്രോൾ വഴി. ഇത് നമ്മുടെ UPSC എക്സാമിൽ ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. 2010 ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. വൈഡ് സ്പ്രെഡ് റെസിസ്റ്റൻസ് ഓഫ് മലേറിയൽ പാരസൈറ്റ് ടു ഡ്രഗ്സ് ലൈക്ക് ക്ലോറോക്വിനിൻ ഹാസ് പ്രോംപ്റ്റ് അറ്റംപ്റ്റ്സ് ടു ഡെവലപ്പ് എ മലേറിയൽ വാക്സിൻ ടു കോംബാറ്റ് മലേറിയ. വൈ ഈസ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു ഡെവലപ്പ് ആൻ എഫക്റ്റീവ് മലേറിയ വാക്സിൻ? മലേറിയക്കെതിരെ ഒരു വാക്സിൻ ഉണ്ടാക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്നായിരുന്നു ചോദ്യം. അതിന് ഒരു ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത്: മലേറിയ ഈസ് കോസ്ഡ് ബൈ സെവറൽ സ്പീഷീസ് ഓഫ് പ്ലാസ്മോഡിയം, man does not develop immunity to malaria during natural infection, vaccines can develop only against malaria, so only against bacteria, man is only an intermediate host and not the definite host. ഇതിൻ്റെ ആൻസർ: മാൻ ഡസ് നോട്ട് ഡെവലപ്പ് ഇമ്മ്യൂണിറ്റി ടു മലേറിയ ഡ്യൂറിങ് നാച്ചുറൽ ഇൻഫെക്ഷൻ. നമുക്ക് മലേറിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് എതിരായിട്ട് നമുക്കൊരു നാച്ചുറൽ ഇമ്മ്യൂണിറ്റി അവിടെ ഡെവലപ്പ് ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു വാക്സിൻ ഇവിടെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഇത്രയായിരുന്നു നമ്മൾക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനിയും ഉണ്ട്, ഇതിൻ്റെ ബാക്കിയുണ്ട്, കുറേ ഡിസീസ് കൂടെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് ഉണ്ട്. അത് നമുക്ക് വേറെ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.